സന്തോഷ് ജോർജ് ഉള്ളങ്ങര സാറുമായിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇനിയുള്ള ഭാവി ഇലക്ട്രിക്കിൻ്റെയാണ് എന്നുള്ളത്. അതിനെ അക്ഷരം പ്രതി യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലാണ് പിന്നീടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടത്. എല്ലാ വാഹന നിർമ്മാതാക്കളും ഇലക്ട്രിക്കിനെ ഇറക്കുന്നു, എല്ലാ വാഹന നിർമ്മാതാക്കളും ഇലക്ട്രിക് മേഖലയിലേക്ക് കടന്നു വരുന്നു, എല്ലാവരും അതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വിടുന്നു. ആ സമയത്തൊക്കെ ഒരു ചോദ്യം ബാക്കിയായിരുന്നു, ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ താഴെ അല്ലെങ്കിൽ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു EV എപ്പോൾ വാഹന ലോകത്ത് വരും എന്നുള്ളത്. അതിന് ഉത്തരവുമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ടാറ്റ മോട്ടോഴ്സാണ് അവരുടെ ഏറ്റവും പുതിയ ടിയാഗോ EV. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ അവതാരമായിട്ടുള്ള ടിയാഗോ EVയുടെ വിശേഷങ്ങളാണ്. അതായത് 10 ലക്ഷത്തിൽ താഴെ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് കാറിൻ്റെ വിശേഷമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ ടിയാഗോ EV. വാഹന ലോകത്തെ ടിയാഗോ എന്ന് പറയുന്നൊരു മോഡലുണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല ടാറ്റയുടെ. അതിൻ്റെ ഇലക്ട്രിക് വേരിയൻ്റാണ്. വലിയ മാറ്റങ്ങളൊന്നും ലുക്ക് വൈസ് വരുത്തിയിട്ടില്ല. പ്രധാനമായിട്ടുള്ള ആ ഒരു DNA അത് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഫ്രണ്ടിൽ വന്നിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും EV കളർ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു പ്രത്യേകതരം ബ്ലൂ കളർ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു EV എന്ന് പറയുന്ന ഒരു ബാഡ്ജിക്ക് വന്നിട്ടുണ്ട്. ഈ EV ബാഡ്ജിക്ക് ഒരു പ്രത്യേകത, ഇവിടെ ഒരു കുത്തുണ്ട് .EV. എനിക്ക് തോന്നുന്നു ടിയാഗോ .EV എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ ഒരു ഡോട്ട് ഭാഗം കൊടുത്തതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ക്ലോസഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രില്ല് അത് നമ്മൾ നെക്സോണിലൊക്കെ കണ്ടതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ട്രയാരോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ആ ഒരു ട്രയാരോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണാം. ലിപ്പ് അതുപോലെ തന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് കാണാം. അതിന് ചുറ്റിലും ആ ഒരു ഇലക്ട്രിക് കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് DRL താഴ്ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. ടാറ്റയുടെ 2.0 എന്ന് പറയുന്ന ഡിസൈൻ ലാംഗ്വേജിലേക്ക് വന്ന സമയത്ത് വരുത്തിയ മാറ്റങ്ങളൊക്കെ തന്നെയും ഈ വാഹനത്തിനകത്ത് നമുക്ക് കാണാം. അത് നമ്മൾ നേരത്തെ പലപ്പോഴായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാറ്റം രസകരമായിട്ടുള്ളൊരു വീൽ ഡിസൈനാണെന്ന് പറയാം അല്ലേ. ഒരു ഫ്ലവറൊക്കെ പോലെ മനോഹരമാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 14 ഇഞ്ച് വീലുകളാണ്. ശരിക്കും ഏറ്റവും വില കുറഞ്ഞൊരു EV എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയട്ടെ ഒരു വില കുറഞ്ഞ ഹാച്ച് EV കൂടിയാണ് ടിയാഗോ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. .EV എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിക്ക് നമ്മുടെ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ അകത്ത് മിററുകൾ അതുപോലെ തന്നെ അതിനകത്ത് ഇൻഡിക്കേറ്ററിനെയും ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വാഹനത്തിൻ്റെ ഇൻട്രഡക്ടറി പ്രൈസ് എന്ന് പറഞ്ഞാൽ 8,49,000 രൂപ മുതൽ 11,79,000 രൂപ വരെയാണ്. 2 ബാറ്ററി ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പവർ കൂടിയ ബാറ്ററിയുടെ അതിൻ്റെ വിശേഷം ഞാൻ പറയാം. അപ്പോൾ പവർ കൂടിയ ബാറ്ററിൻ്റെ വിലയാണ് 11.79. ഈ വില ആദ്യത്തെ 10,000 കസ്റ്റമേഴ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോൾ മുതൽ ബുക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 10 മുതൽ നമുക്ക് ബുക്കിംഗ് ആരംഭിക്കും. ജനുവരിയിലാണ് ഇതിൻ്റെ ഡെലിവറി വരിക. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്ന 10,000 ആളുകൾക്കാണ് ഇങ്ങനെ കിട്ടുക. അതിൽ തന്നെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. അതിൽ 2,000 ആളുകൾ നിലവിൽ നെക്സോൺ EVയോ അല്ലെങ്കിൽ ടിഗോർ EVയോ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കണം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം അതിൻ്റെ കൂടെ, അതായത് ടാറ്റയുടെ 3ാമത്തെ ഇലക്ട്രിക് വാഹനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ വലിയൊരു ഹൈലൈറ്റ് ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള EV മാനുഫാക്ചേഴ്സ് ടാറ്റയാണ്. മാത്രമല്ല ടാറ്റയുടെ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ ആളുകളൊരു വിശ്വാസം നേടി തുടങ്ങി എന്നുള്ളതാണ് ആളുകൾക്കിടയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെക്സോണുകൾ, എനിക്കൊന്ന് കേരളത്തിലൊക്കെ ഒരുപാട് നെക്സോൺ EVകൾ വാഹന വിപണിയിലുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ നെക്സോണിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഒന്ന്, വില കുറവിൽ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ടാറ്റയോട് ഒരുപാട് ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ട്, ഒരു ഫാൻ ബേസ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില റീസണുകളാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വാഹനം അടിപൊളിയായിരിക്കില്ല. കാരണം സ്റ്റാർട്ടിംഗ് പ്രൈസ് 8,49,000 4ഓളം വേരിയൻറ്റുകൾ വരുന്നുണ്ട്. XZ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും ടോപ്പ് വരുന്നത് 11.79. അപ്പോൾ ഒരു ഓൺ റോഡ് വരുന്ന സമയത്ത് 13 ലക്ഷം രൂപക്കൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു ഓൺ റോഡിൻ്റെ ഒരു കാൽക്കുലേഷൻ വ്യക്തമായിട്ട് ഇപ്പം എൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അവിടെ ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. അതിങ്ങനെ സൈഡിലേക്ക് കൂടി കയറി നിൽക്കുന്നു. അത് ആ ഒരു ബോഡി ഡിസൈൻ ലാംഗ്വേജിനോട് യോജിപ്പിച്ച് ചെയ്തതാണ് എന്ന് പറയാം. അതുപോലെ ഇവിടെ നമുക്ക് ടാറ്റയുടെ ലോഗോ, അതുപോലെ ടിയാഗോ .EV. ആ .EV ആട്ടോ അവിടെ ഫ്രണ്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുണ്ടോ. ഇവിടെ ടിയാഗോ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പിന്നെ ഒരു EV. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ യൂണിറ്റ് കാര്യങ്ങൾ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പർ. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഈ വാഹനത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട് എക്സോസ്റ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടില്ല. അതിന് പകരം ഇവിടെ ബമ്പറിൻ്റെ ഭാഗത്തൊരു ഡിസൈൻ എലമെൻറ്റ് പോലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഇനി ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്യാമറ യൂണിറ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സ്വിച്ചിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് കൊണ്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് തുറക്കാം. പാർസൽ ട്രേ ഏകദേശം 240 ലിറ്ററോളം ബൂട്ട് സ്പേസ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ബാറ്ററി വരുന്നതുകൊണ്ട് നേരത്തെ, അതായത് നോർമലി നമ്മൾ കണ്ടിട്ടുള്ള ടിയാഗോനേക്കാളും കുറച്ചുകൂടി ബൂട്ട് സ്പേസ് കുറച്ച് കുറവുണ്ട്. കാരണം ബാറ്ററി പാക്ക് വരുന്നതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ നമുക്ക് 240 ലിറ്റർ ഉണ്ടായിരുന്നു. അത് കുറച്ച് ഭാഗം ഈ ബാറ്ററി കവർ ചെയ്യും അല്ലെങ്കിൽ ബാറ്ററി കൊണ്ടുപോകും എന്നുള്ളതാണ്.
മറ്റൊരു കാര്യം മാനുവലി തന്നെ ഓപ്പൺ ചെയ്ത് മാനുവലി ക്ലോസ് ചെയ്തതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ബോഡിയിൽ തന്നെ ടച്ച് ചെയ്യാതെ ഇപ്പം മഴയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെ പിടിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നൈസ്. പിന്നെ അതുപോലെ തന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ ചെറിയ ഒരു സ്പോയിലറിൻ്റെ ഭാഗവും ഒക്കെ നമുക്ക് കാണാം. വാഹനത്തിൻ്റെ ഹൈറ്റ് ഇപ്പോൾ എന്നെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇവിടെ നിന്ന് കഴിഞ്ഞാലും എന്നെ കാണാൻ പറ്റും. അടിപൊളി. ഇനി നമുക്ക് പറയാനുള്ളത് ചാർജിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചാർജിങ് ഏരിയ ടാറ്റ മോട്ടോഴ്സ് തൽക്കാലം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. 2 ബാറ്ററിയാണ് ഈ വാഹനത്തിനകത്തുള്ളത്. ഒന്ന് 19.2 kWh ബാറ്ററിയും മറ്റൊന്ന് 24 kWh ബാറ്ററിയും. അതുകൊണ്ട് തന്നെ 2 റേഞ്ചുമാണ് ഇതിനകത്ത്. അതായത് 24 kWh ബാറ്ററി നമുക്ക് തരുന്ന മാക്സിമം റേഞ്ച് 315 കിലോമീറ്ററാണ് ഒറ്റ ചാർജിൽ. അപ്പം 315 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാവുന്ന ഏകദേശം ഒരു 12-13 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വാഹനമാണ് ടിയാഗോ എന്ന് പറയാം. രണ്ടാമതൊരു കാര്യം, 19.2 kWh ബാറ്ററിയിൽ നമുക്ക് സഞ്ചരിക്കാവുന്ന ദൂരം 250 കിലോമീറ്ററാണ്. അപ്പോൾ 8 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 250 കിലോമീറ്റർ സഞ്ചരിക്കാം. അപ്പോൾ ഈ പ്രൈസിൻ്റെ ഇത് പറയുന്ന സമയത്ത് 8.46 എന്നുള്ള സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ശരിക്കും 19.2 kWh ബാറ്ററിയുടേതാണ്. 24 കിലോവാട്ടിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9.9 ലക്ഷം രൂപ മുതലാണ് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ, അതും 10,000 ആൾക്കാർക്ക് മാത്രം കേട്ടോ. പിന്നീട് പ്രൈസ് മാറാൻ സാധ്യതയുണ്ട്. ഇനി ഇതാണ് ചാർജിങ് പോർട്ട് വരുന്നത്. നമ്മൾ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ള തരത്തിലുള്ള ചാർജിങ് പോർട്ടുകൾ തന്നെയാണ്. 2 ടൈപ്പ് ഓഫ് ചാർജിങ് ഉണ്ട് എന്ന് പറയാം. ഒന്ന് കോമൺ ആയിട്ടുള്ളൊരു ചാർജിങ്, അത് 57 മിനിറ്റ് കൊണ്ട് ഫാസ്റ്റ് ചാർജ് ആവുന്ന തരത്തിലുള്ള 50 kW DC ഫാസ്റ്റ് ചാർജറാണ്. അത് 10 മുതൽ 80% വരെ ആവാനാണ് ഈ 57 മിനിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതൊരു ചാർജിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3.3 kW ഹോം ചാർജറാണ്. അത് ഈ 19.2 kWh ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം 5 മണിക്കൂറും 5 മിനിറ്റുമാണ്. അത് 24 kWh വരുന്ന സമയത്ത് 6 മണിക്കൂറും 20 മിനിറ്റും സമയം എടുക്കുമെന്ന് പറയാം. ഇനിയുള്ള ഒരു ചാർജിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.2 kWhൻ്റെയാണ്. അത് 2 മണിക്കൂറും 35 സെക്കൻഡും 19.2 kWh എടുക്കും. അതുപോലെ തന്നെ 3 മണിക്കൂറും 35 മിനിറ്റും 24 kWh ബാറ്ററി എടുക്കും എന്നുള്ളതാണ്. അതായത് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിക്ക് കുറച്ചും കൂടി അധികം സമയം ചാർജിങ്ങിന് വേണം, സ്വാഭാവികം. അങ്ങനെയാണ് 2 തരത്തിലുള്ള ചാർജിങ് സിസ്റ്റത്തെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് 2 ടൈപ്പ് ഓഫ് നമ്മൾ പറഞ്ഞു, 3.3, 7.2, പിന്നെ അതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് ചാർജറും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 2 തരത്തിലുള്ള ഹോം ചാർജറുകളാണ് ഈ വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹുഡൊന്ന് ഓപ്പൺ ചെയ്യാം. ഹുഡിനകത്ത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന എൻജിൻ സിസ്റ്റങ്ങളല്ല ഉള്ളത്, അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഈ വാഹനത്തിനകത്തുള്ളത് IP67 സ്റ്റാൻഡേർഡ് പ്രകാരം ക്രമീകരിച്ചിട്ടുള്ള ഒരു ബാറ്ററിയാണ്, അതുപോലെ തന്നെ ഒരു മോട്ടോറാണ്. അതൊക്കെയാണ് ഈ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗം. നൈസല്ലേ? സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള എൻജിൻ പോലെയൊക്കെ തോന്നുമെങ്കിലും അവിടെ എൻജിനും കാര്യങ്ങളൊന്നുമില്ല. ഒരു ബാറ്ററിയും അതുപോലെ തന്നെ ഒരു മോട്ടോറുമാണ് ഈ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. 2 തരത്തിലുള്ള ബാറ്ററി, ആ ബാറ്ററിയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. 19.2 അതുപോലെ തന്നെ 24 kWh. ഇനി ഈ വാഹനത്തിൻ്റെ ചില ഫീച്ചറുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിനകത്ത് ഓട്ടോ ഹെഡ് ലാമ്പ് ഉണ്ട്, റെയിൻ സെൻസിങ് വൈപ്പറുകളെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് ഒരു സ്പെയർ വീലില്ല. നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടപ്പോൾ എവിടെയും സ്പെയർ വീൽ കണ്ടിട്ടില്ലല്ലോ. പകരം ഈ വാഹനത്തിനകത്തൊരു പഞ്ചർ കിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങാനും പഞ്ചർ ആവുകയാണെങ്കിൽ നമ്മൾ പഞ്ചർ അടച്ച് മുന്നോട്ട് പോവുക എന്നാണ് ടിയാഗോ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ്. മുകൾ ഭാഗത്തൊക്കെ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ താഴേക്ക് വരുന്ന സമയത്ത് ഒരു ബീജ് കളർ പോലെയും ക്രമീകരിച്ചിട്ടുള്ള ഒരു കളർ ടോണാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് അതേപോലെ ഡോറിലേക്കും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ഇവിടെ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഡോർ ലോക്ക് അൺലോക്കുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു മ്യൂസിക് സിസ്റ്റം കാണാം. 8 മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ളത് എന്ന് പറയാം. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മാനുവലി ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നേരത്തെയുള്ള ടിയാഗോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ലെതർ സീറ്റ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ട്രയാരോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതൊരു EV ആണ് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്തും ആ ഒരു മാറ്റം നമുക്ക് കാണാം. ഒരു ലെതററ്റ് സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. 2.0 വന്ന പോലെയുള്ള സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ്. റൈറ്റ് സൈഡിൻ്റെ ഈ ഒരു ഭാഗത്ത് ക്രൂസ് കൺട്രോളിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ക്രമീകരണവും കാര്യങ്ങളൊക്കെയാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. സൈഡിൽ ആ ഒരു EV കളറും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അത് മനോഹരമാക്കിയിട്ടുണ്ട്. EV ആണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചാർജിങ് പെർസെൻറ്റേജ് 98% എന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ടാറ്റയുടെ സ്വന്തമായിട്ടുള്ള വേൾഡ് ക്ലാസ് സിപ്ട്രോൺ ടെക്നോളജിയുടെ ഒരു ബാഡ്ജിങ് അവിടെ നമുക്ക് കാണാം. പക്ഷേ ഈ സിപ്ട്രോൺ ടെക്നോളജിയുടെ ബാഡ്ജ് നമ്മൾ ബാക്കിൽ മിസ് ചെയ്തു അല്ലേ? അതിനി
ഊരി വെച്ചതാണോ അതോ അത് സ്ഥിരമായിട്ടില്ലേ എന്നുള്ള കാര്യത്തിലൊരു കൺഫ്യൂഷൻ. അതുപോലെ തന്നെ ഡാഷ് ബോർഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു EV കളർ കാണാം. അപ്പോൾ ഇതിന് ചുറ്റുഭാഗത്ത് EV കളറിനെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു AC വെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് EV കളറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ അകത്താണ് കൊടുത്തിട്ടുള്ളത്. അതായത് AC വെൻറ്റിൻ്റെ ചുറ്റുഭാഗവും കാര്യങ്ങളും. ഇത് പ്ലാസ്റ്റിക് കേട്ടോ ഈ ഭാഗം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പോക്കറ്റ്, അതായത് ഫോൺ വെക്കാൻ അല്ലെങ്കിൽ ഡ്രൈവർക്ക് എന്തെങ്കിലും ബില്ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇനി വേണമെങ്കിൽ ഒരു മിഠായും വെക്കാൻ കുഴപ്പമില്ല. ഇതും പ്ലാസ്റ്റിക് ആയിട്ടാണ് കൊടുത്തുള്ളത് ഈ ഒരു ബീജ് കളർ. അപ്പോൾ ബീജ് കളർ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് ലെതറാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷും കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിയാനോ ബ്ലാക്കിനകത്ത് പിന്നെ ക്രമീകരിച്ചിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫംഗ്ഷനിങ് ആണ്. അതുപോലെ തന്നെ 45ഓളം ഫീച്ചറുകളുള്ള സെഡ് കണക്ട് അങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ച തരത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ച് ബട്ടണുകൾ കാണാം. ഈ ഫസ്റ്റത്തെ 2 ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജനറേഷനെ സൂചിപ്പിക്കുന്നതാണ്. എത്ര ലെവൽ റീജനറേഷനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 ലെവൽ റീജനറേഷൻ നമ്മൾ നെക്സോൺ മാക്സിൽ കണ്ടുപോലെയുള്ള ആ ഒരു സിസ്റ്റം ഇതിനകത്തുണ്ട്. ഇത് ഓഫ് ചെയ്യാനും ഇത് അതുപോലെ തന്നെ അതിൻ്റെ ലെവൽ സെറ്റ് ചെയ്യാനുള്ള ബട്ടണുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചാർജിങ് ഏരിയ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ, ഡോർ ലോക്ക് ആൻഡ് ലോക്ക് ബട്ടൺ, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ AC കൺട്രോളും യൂണിറ്റാണ്. അതിൻ്റെ പൊസിഷൻ കൺട്രോൾ, സ്പീഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒറ്റ യൂണിറ്റായിട്ട് കൊടുത്തു. ഇവിടെ നമുക്കൊരു ചാർജിങ് സോക്കറ്റ്, അതായത് USB സോക്കറ്റ് കാണാം. അതുപോലെ ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, നമുക്ക് കീ ഒക്കെ വെക്കാൻ ഉപയോഗിക്കാം, ഫോൺ വെക്കാം. അതുപോലെ തന്നെ വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ടിയാഗോയിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു വ്യത്യാസം കേട്ടോ. ഇവിടുത്തെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തെ മാറ്റിയിട്ട് ഒരു റോട്ടറി സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷനാണ്. അതിനകത്ത് സ്പോർട്സ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇത് നമ്മൾ നേരത്തെ ടാറ്റയുടെ എല്ലാ EVയിലും കണ്ടുപോലെ തന്നെയുള്ളൊരു സിസ്റ്റമാണ്. പക്ഷെ അത് നേരത്തെ ഉള്ള പോലെ തന്നെ കുറച്ചൊരു ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് മാത്രം. ഇവിടെ 2 കപ്പ് ഹോൾഡറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ട്രാൻസ്മിഷൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് അല്ലേ. അതിൻ്റെ നടുവിലും ഒരു ചെറിയ ഏരിയ ഉണ്ട്. അപ്പോൾ അതിനെ കീ വെക്കാൻ പറ്റുന്ന തരത്തിലൊരു സ്റ്റോറേജ് സ്പേസിന് ഇവിടെ കാണാം. ഇവിടെയും നമുക്കൊരു 12 വോൾട്ട് ചാർജിങ് പോർട്ട് കാണാം. ഇത് ബാക്കിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തുള്ളത് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്. ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ബാക്കിലത്തെ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിനെയും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മുടെ ടിയാഗോയുമായിട്ട് കണക്റ്റഡ് ആണ്, അതായത് സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. മാനുവൽ ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ, ഷെയ്ഡ്സ്, അതുപോലെ ഇവിടെ നമ്മുടെ ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇനി വേറൊരു കാര്യം പറയട്ടെ, സാധാരണ ഒരു വണ്ടി വാഹന വിപണിയിലേക്ക് എത്തുന്ന സമയത്ത് അതിനൊരു റിവൽ ഉണ്ടാവാറുണ്ട്, ഒരു എതിരാളി. ഈ വാഹനത്തിനൊരു എതിരാളി ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത്ര വില കുറഞ്ഞ അല്ലെങ്കിൽ ഹാച്ചിൽ ഇങ്ങനെ ഒരു ഇലക്ട്രിക് വാഹനം വേറെ നിലവിലില്ല. അതുകൊണ്ട് എതിരാളികളും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലേ ഒരു ചെറിയ വാഹനമാണല്ലേ ടിയാഗോ, പക്ഷെ എന്നിരുന്നാലും നല്ല കംഫർട്ട് ഉണ്ട്. അതായത് നമുക്കൊരു 3 വിരലിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ എൻ്റെ സീറ്റിംഗ് പ്രകാരമാണ്. ഇത് കുറച്ചും കൂടി ബാക്കിലേക്കാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നീളമുള്ള ആൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാലും ബാക്കിൽ അതേപോലെ നീളമുള്ള ഒരാൾക്ക് ഇരിക്കാം എന്ന് ചുരുക്കം. അതുപോലെ തന്നെ തൈ സപ്പോർട്ടും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് സീറ്റ് കുറച്ചും കൂടി ഒരു കട്ടിയും കനവുള്ള കുറച്ചൊരു ലെതർ സീറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് റൂമും നമുക്കൊരു 5 വിരൽ അല്ലേ, ശരിക്കും നമ്മൾ നീർന്നിരുന്ന് കഴിഞ്ഞാൽ 4 വിരലിൻ്റെ ഗ്യാപ്പ് ശരിക്കും എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കിട്ടോ എൻ്റെ ഹൈറ്റ് ഓർത്ത് വെക്കണം, 6 അടി ഉയരമുള്ള ഒരാളാണ്. പിന്നെ വിസിബിലിറ്റിയും അടിപൊളിയാണ്. അപ്പോൾ ബാക്കിലത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ആ ലെതർ സീറ്റിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളല്ല, ഹെഡ് റെസ്റ്റ് സീറ്റിനകത്ത് തന്നെ ഫിറ്റ് ചെയ്ത തരത്തിലാണ്. 3 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ക്രമീകരണം എന്നാണ് സീറ്റിൻ്റെ പൊസിഷൻ കണ്ടപ്പോൾ മനസ്സിലായത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ 4 ആളുകൾക്കൊക്കെ ഇരിക്കാം അല്ലേ. 315 അപ്പോൾ കുറച്ച് റേഞ്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഈ റേഞ്ചിൻ്റെ കാര്യം പറയുമ്പോഴേ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്, കമ്പനി പറയുന്ന അതേ റേഞ്ച് റോട്ട് കിട്ടും എന്നുള്ളത്. അത് മൈലേജ് പോലെ തന്നെയാണ്. നമ്മൾ ഓടിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഓടിക്കുന്ന ടെറൈൻ, ഇപ്പോൾ നമ്മൾ കയറ്റത്തിലൊക്കെ ഓടിച്ച അത്ര റേഞ്ച് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതൊക്കെ ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വാഹനത്തിൻ്റെ വെയിറ്റ്, അതായത് കൂടുതൽ ആളുകൾ കയറ്റി ഓടിച്ചു കഴിഞ്ഞാൽ ഇത് കുറയും. പിന്നെ അതുപോലെ തന്നെ കണ്ടിന്യൂസ് AC ഒക്കെ ഇട്ട് വർക്ക് ചെയ്യുമ്പോൾ മൈലേജ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ മൈലേജ് എന്നുള്ളത് ഇവിടെ റേഞ്ച് എന്ന് ആലോചിച്ചാൽ മതി എന്ന് മാത്രം നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ക്രമീകരിച്ചത്. ഫയൽ പോക്കറ്റ് ഇവിടെ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പം ഇത്രയാണ് നമുക്ക് ടാറ്റ ടിയാഗോ EVയെ അകത്ത് നിന്ന് കാണുന്ന സമയത്ത് പറയാനുള്ളത്. നൈസല്ലേ വണ്ടി? അപ്പോൾ ഇത്രയാണ് നമുക്ക് ടാറ്റയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനം, അതായത് 10 ലക്ഷത്തിൽ താഴെ വരുന്ന ആദ്യത്തെ ഇലക്ട്രിക് വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. സത്യത്തിൽ ഇതൊരു വാക്ക് അറൗണ്ടാണ്, പക്ഷേ നമ്മളിതൊന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ വെന്യൂവിൽ തന്നെ പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാക്കിലൂടെ നമ്മളിത് ഓടിച്ച് നോക്കി. EVയുടെ എല്ലാ ക്യാരക്ടറും ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ടോർക്കി ഫീൽ കിട്ടുന്നുണ്ട്. സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്.
നൈസ് ഡ്രൈവ് ചെയ്യാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങൾ ശരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സസ്പെൻഷൻ എങ്ങനെയുണ്ട്, അപ്പോൾ കയറ്റം കയറും എങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ഡീറ്റെയിൽഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. അത് ജസ്റ്റ് നമ്മളൊന്നൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ ചെയ്തത്. അപ്പോൾ സസ്പെൻഷനൊന്നും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ബമ്പൊക്കെ ചാടിയപ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ ഗുഡൊക്കെ കിട്ടി. പിന്നെ നല്ല കംഫർട്ടാണ്, പിന്നെ അത്യാവശ്യം നല്ല ഇനീഷ്യൽ ടോർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇനി ഇതിൻ്റെ എൻജിൻ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 2 ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 19.2 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 61 ഹോഴ്സ് പവറിനകത്തും 110 Nm ടോർക്കിനകത്തുമാണ്. ഇനി 24ലേക്ക് വരുന്ന സമയത്ത് 74 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 114 Nm ടോർക്കുമാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ, അതായത് ഇപ്പോൾ ഓട്ടോ എക്സ്പോ നടന്നിട്ട് 2-3 വർഷമായി, പക്ഷേ ആ ഓട്ടോ എക്സ്പോയിൽ നമ്മൾ ഫസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തൊരു ഓട്ടോ എക്സ്പോ, ആ എക്സ്പോയിൽ ഗ്രേറ്റ് വോൾ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി, അവരിനി ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ള കാര്യം ഇതുവരെ അറിയില്ല, പക്ഷേ അവർ അവിടെ ഒരു 10 ലക്ഷത്തിൽ താഴെ വാഹന വിപണിയിൽ അവൈലബിൾ ആകും എന്നുള്ള രൂപത്തിൽ ഒരു ഇലക്ട്രിക് വാഹനത്തെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ പ്രതീക്ഷയോടെ കൂടിയാണ് ആളുകൾ അതിനെ വെയിറ്റ് ചെയ്തത്. കാരണം 10 ലക്ഷത്തിലൊരു EV വരിക എന്ന് പറഞ്ഞാൽ ഷുവറായിട്ടും അതൊരു വിപ്ലവമാവും എന്നുള്ളതായിരുന്നു എല്ലാവരും സംസാരിച്ചിരുന്നൊരു കാര്യം. പക്ഷേ ആ ഒരു ഭാഗ്യം അത് ടാറ്റയ്ക്കാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് ആദ്യമായിട്ട് ഇന്ത്യൻ വാഹന വിപണിയിൽ 10 ലക്ഷത്തിൽ താഴെ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന തരത്തിൽ ഒരു ഇലക്ട്രിക് വാഹനത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം അത് ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള നമ്മുടെ സ്വന്തം ടാറ്റയ്ക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഈ പ്രൈസ് ഉണ്ടല്ലോ, 8.6 and 11.79, ആ ഒരു പ്രൈസ് റേഞ്ച് ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ 8000 കസ്റ്റമേഴ്സിന്, പിന്നെ 2000 ടിഗോറും അതുപോലെ തന്നെ നെക്സോണും നിലവിൽ EV യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രൈസ് മാറുന്നതിന് മുമ്പ് ആ 8000-ൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്ടോബർ 10 വരെ കാത്തു നിൽക്കുക, എന്നിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ടാറ്റ ഡീലർഷിപ്പുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 2 കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ അഭിപ്രായം പറയേണ്ടത്. ഒന്ന് ടാറ്റ ടിയാഗോ EVയെക്കുറിച്ച്, രണ്ടാമത് ടാറ്റ ടിയാഗോ EVയുടെ പ്രൈസിങ്ങിനെ കുറിച്ച്. ആ ഒരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കാണും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.